ഹായ് ഓൾ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു മാലയാണെന്നുണ്ട്. നല്ല 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 എലഗൻറ്റ് ലുക്കുള്ളൊരു മാലയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്കിത് സാരിയുടെ കൂടെയും ലാച്ചയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാലയാണ്. ഇത്തിരി ഹെവി ആയിട്ടാണ് ഉള്ള മാലയാണ്. കുറച്ച് ടൈം എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലുക്കിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. നമ്മളിത് വെളിയിൽ നിന്ന് മേടിക്കാനൊക്കെ ഇരുന്നാൽ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വരും. ഒരുപാട് റേറ്റ് ഒക്കെ ആവുന്നുണ്ട്. നമുക്കിതിപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും എല്ലാമായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് ലോക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, മാല ഉണ്ടാക്കുന്ന ഉണ്ട്. നമുക്ക് രണ്ടും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ലോക്കറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു OHP ഷീറ്റാണ് വേണ്ടത്. പിന്നെ B7000ൻ്റെ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മളൊരു ഫസ്റ്റ് നമ്മളൊരു ഹാഫ് ബീഡ് നമ്മൾ ഒട്ടിച്ചെടുത്ത് ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ ചെയിൻ, ഏതൊക്കെ കളർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റോൺ ചെയിൻ ഇത്തിരി റേറ്റ് ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിന് വേണ്ടതോ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഏത് സ്റ്റോൺ ചെയിൻ വേണമെങ്കിലും യൂസ് ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് സ്റ്റോൺ ചെയിൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ടൈപ്പ് സ്റ്റോൺ ചെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കുക. ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്. അത് ക്യാമറയുടെ സെറ്റിംഗ് ഞാൻ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളുക. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത കളർ അങ്ങനെ ഞാനൊരു 4 ലെയറായിട്ടാണ് ഞാനിതിനെ ഈ സ്റ്റോൺ ചെയിൻ ചുറ്റിയെടുത്ത് നമ്മൾ ഇതേ സെയിം പ്രോസസ്സാണ് ഒട്ടിച്ച് നമ്മൾ ചുറ്റിയെടുത്ത് കൊണ്ടുവരേണ്ടതാണ്. അപ്പം ഓരോ ചെയിനും ഒട്ടിച്ച് അതിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് മെഷർ ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിങ്ങനെ ലുക്ക് കൂടി വരും. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കുന്തൻ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഹാഫ് ബീഡ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ഒരു വെറൈറ്റിയാണ് ഞാനിവിടെ ഞാനൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ നോക്കുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു സജഷൻസും കൂടെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ കളർ കോമ്പിനേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കുന്തൻ സ്റ്റോൺ എല്ലാം ഒട്ടിച്ചെടുത്തു. പിന്നെയും ഒരു ലെയർ ഞാൻ ഓറഞ്ച് കളറിലെ സ്റ്റോൺ ചെയിൻ പിന്നെയും ഞാൻ അതിന് ചുറ്റും ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഈ കാണിക്കുന്ന പോലെ വീഡിയോ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒട്ടിച്ചെടുക്കേണ്ടതാണ്. അതൊക്കെ രണ്ട് തവണ ചെയ്യുമ്പോൾ ഇത്തിരി പാടൊക്കെയാണ്. ബട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിന് യൂസ് ടു ആയിക്കോളും. അപ്പോൾ അതിനെല്ലാം ഞാൻ ചുറ്റി ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഒട്ടിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ താഴെ ഞാൻ പിന്നെയും കുറച്ച് കുന്തൻ സ്റ്റോൺ വേറൊരു ഡയമണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോണും ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അത് വന്നില്ല ഞാൻ ചെയ്തതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ലോക്കറ്റിൻ്റെ താഴെ നമുക്ക് രണ്ട് സ്റ്റോൺ, നമുക്ക് രണ്ട് പേൾ ബീഡ്സ് ഇടണം. അതിനൊരു ഹെഡ് പിൻ എടുത്ത് അതിനകത്തൊരു ചെറിയ ഒരു 3 mmൻ്റെ ഒരു ഗോൾഡൻ ബീഡും പിന്നെ ഞാൻ 8 mmൻ്റെ ഒരു പേളും പിന്നെ പിന്നെ ഒരു സ്റ്റോണും ഒരു 3 പിന്നും കൂടെ ഇട്ട് സ്റ്റോണും കൂടെ ഇട്ട് ഒരു ബോളും കൂടെ ഇട്ട് നമ്മളതിനെ ഇതുപോലെ ചെയ്തെടുക്കുക. അതിൻ്റെ എൻഡ് റൗണ്ട് ചെയ്ത് ഇതുപോലെ പിന്നെ ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് ബീഡ്, ദെൻ അഗെയിൻ പേള്, പിന്നെ അഗെയിൻ ഗോൾഡൻ ബീഡ് ഇടുക. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ എൻഡ് പാർട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്തതുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. സെൻട്രൽ പാർട്ടിൽ നമ്മൾ ലോക്കറ്റിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് ബീഡ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ചുള്ള ഏത് കോമ്പിനേഷൻ ബീഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് ആ കോമ്പിനേഷൻ വെച്ച് വേണം എടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ലോക്കറ്റിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മാലയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നൈലോൺ നൂലും പിന്നെ നമുക്ക് അതിനുള്ള ബീഡിനുള്ള നീഡിൽ ഏറ്റവും ചെറിയ സൈസ് നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എടുത്ത് നമ്മളൊരു ജംപ് റിങ്ങിനകത്തോട്ട് 2 സെറ്റ് നീഡിൽ നമുക്ക് വേണം. നീഡിലും വേണം, ത്രെഡും വേണം. അപ്പോൾ 2 സെറ്റ് നമ്മൾ ഇതുപോലെ കോർത്തെടുത്ത് ഇതൊരു ജംപ് റിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതിനെ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടതാണ്. 2 സൈഡിലും ജംപ് റിങ്ങിനെ ലോക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഈ ത്രെഡിനെ അതിലോട്ട്. അതിനുശേഷം നമുക്ക് ആ ജംപ് റിങ്ങിനെ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തൊരു ട്വൈൻ ഇട്ട് ആ ജംപ് റിങ്ങിനകത്തോട് ഒരു നൂലോ ടോയിനോ എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്ക് അതിനെ
ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം നമുക്കത് ചെയ്യുമ്പോൾ നമുക്കൊരു കട്ടിയുള്ള നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ഇളകി ഇളകി വരാൻ പാടില്ല. നമുക്ക് കൈ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കതിനെ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്ലാസ്റ്റർ അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് ഈ ട്വൈൻ ആ പ്ലാസ്റ്ററിൽ ഒട്ടിച്ച് വെച്ചിട്ട് രണ്ട് എൻഡിലോട്ടും നമ്മൾ രണ്ട് സെറ്റ് ഓഫ് നീഡിൽസ് എടുത്തിട്ടില്ല. രണ്ട് എൻഡിലോട്ട് നമ്മൾ പിടിച്ചിട്ട് ആദ്യം നമ്മളൊരു ഗോൾഡൻ ബീഡ് എടുത്ത് കൊടുത്തു. ആ ഗോൾഡൻ ബീഡിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കയറ്റി ലോക്ക് ചെയ്യുക. അതിനുശേഷം രണ്ട് നീഡിലും ഓരോ ഗോൾഡൻ ബീഡും പിന്നെ അതിനുശേഷം ഒരു വൈറ്റ് പേളും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ നീഡിൽ റൈറ്റ് സൈഡിലോട്ട് കയറ്റി ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ഈ പ്രോസസ്സാണ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ ഒരു ഗോൾഡൻ ബീഡും അടുത്ത കളർ ബീഡ് ഏത് കളർ ബീഡാണോ ചെയ്യുന്നത് ആ കളർ ബീഡും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഒരു ലെഫ്റ്റ് റൈറ്റ് വിട്ടിട്ട് കണ്ടോ അകത്തോട്ട് കയറ്റി കൊടുത്ത് നമ്മളതിനെ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പം ഇതൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു വീഡിയോയുടെ ഒരു അവിടെ ഇവിടെയൊക്കെ എൻ്റെ ഇത്തിരിയൊക്കെ ബ്ലറൊക്കെ ആയി പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വീഡിയോ ഞാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്പീറ്റ് ഒന്നും കൂടെ അത് കാണിച്ചു തരുന്നതായിരിക്കും വേറൊരു വീഡിയോയിൽ. ഇപ്പം ഏകദേശം മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നീഡിൽ എടുക്കണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നീഡിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബീഡിലും ഒരു ഗോൾഡൻ ബീഡും റൈറ്റ് സൈഡിൽ ഒരു ഗോൾഡൻ ബീഡും ഒരു പേൾ ബീഡും കൂടെ കയറ്റിയിട്ട് ആ പേൾ ബീഡിനകത്തോടെ ലെഫ്റ്റ് സൈഡിലെ നീഡിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കയറ്റി ഇറക്കുകയാണ്. അപ്പോൾ അതൊരു ഒന്ന് ടൈ ആയി വരും. ഒരു ടൈ നമുക്കൊരു കെട്ട് പോലെ അതിനെ ഓരോ 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 പേളിലും നമുക്കവിടെ കെട്ടി ടൈറ്റാക്കി വരാൻ വരും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ്, ഇത്രയും ലെങ്തിലേ ഞാൻ ചെയ്യുന്നുള്ളൂ, അധികം നീളത്തിൽ ഞാൻ മാല ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് പാർട്ട് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കണം. ഇതൊരു നൈലോൺ ത്രെഡ് അല്ലേ, പ്ലാസ്റ്റിക് ഫിഷിംഗ് വയർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിഷിംഗ് വയർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഉരുക്കി വിടാം. അതിനുശേഷം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ജെം റിങ്ങിനകത്തൂടെ വീണ്ടും ഒരു കെട്ടും കൂടെ നമ്മൾ കൊടുക്കണം, ടൈ ചെയ്തെടുക്കണം. ഓക്കെ, ടൈ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ പേൾ ബീഡ്സിന്റെ ഇടയ്ക്കൂടെ ഓരോ ഗോൾഡൻ ബീഡ്സിന്റെ ഇടയ്ക്കൂടെ നമുക്ക് വേറൊരു ഗോൾഡൻ ബീഡ് കൊടുക്കണം. കാരണം എന്താ, ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പാണ് ഫീൽ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇനിയും പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു ടൈ ചെയ്തിട്ട് അടുത്ത ഗോൾഡൻ ബീഡ് എടുത്തിട്ട് നമ്മൾ നോക്കി ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓരോ ഓരോ ബീഡ്സിന്റെ ഇടയ്ക്കൂടെ ഓരോ ഗോൾഡൻ ബീഡ് നമ്മൾ കയറ്റി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ കയറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗ്യാപ്പും ഫില്ലായിട്ട് നല്ല ഒരു ലുക്ക് നമുക്ക് കിട്ടും. നല്ലൊരു എലഗൻ ലുക്ക് നമുക്ക് ഇവിടെ കിട്ടും. സോ അത് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡിലാണ് വീഡിയോ വിടുന്നത്, ഒത്തിരി ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്യുക, ചെയ്തെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായി ഞാൻ വേറൊരു വീഡിയോയിൽ ഈ മാല ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോയുടെ ഒരു ക്യാമറ സെറ്റിങ്ങിൻ്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിനെ ടൈ ചെയ്യണം. ടൈ ചെയ്യണമെങ്കിൽ ആദ്യത്തെ കണ്ടോ ആ ഓരോ ബീഡിൻ്റെ ഇടയ്ക്കൂടെയും നമ്മളിങ്ങനെ ടൈ ചെയ്ത് കൊടുത്താൽ ഓരോ നീഡിൽസ് കയറ്റി നമ്മളിങ്ങനെ രണ്ടോ മൂന്നോ ഗോൾഡൻ ബീഡിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി ഒന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും, ഊരി വരത്തില്ല. എന്നിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് ഉരുക്കിയും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ചെയ്യും, ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡും ഉണ്ട്, ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ചെയ്തെടുക്കുക. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം ഇപ്പോൾ കണ്ടോ, രണ്ട് സൈഡും നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ജെം റിംഗ് ഓപ്പൺ ആക്കിയിട്ട് ഒരു നെക്സ്റ്റ് എൻഡിലും കൂടെ ജെം റിംഗ് കയറ്റുവാണ്. ലാസ്റ്റ് ബീഡിനകത്ത് ഗോൾഡൻ ബീഡിനകത്ത് അടുത്ത ഒരു ജെം റിംഗും കൂടെ നമ്മൾ കയറ്റി കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എടുക്കുക. എടുത്ത് ഒരേപോലത്തെ ലെങ്ത്തിൽ നമ്മളതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലോക്കറ്റിനും തൂക്കണമല്ലോ. ആ ലോക്കറ്റ് തൂക്കാനുള്ള ഒരു ലോക്കറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ് ജെം റിംഗ്. നമ്മൾ ഈ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ആ ലോക്കറ്റിനകത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ലോക്കറ്റിന്റെ ഒരു എൻഡിൽ ഒരു റൗണ്ട് എൻഡിലോട്ട് നമുക്ക് അതിന്, കാരണം ഈ ലോക്കറ്റിന്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താഴോട്ട് നമുക്ക് വേറെ ബീഡ്സ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടും ഒരുപോലെ അല്ല. ഓക്കെ, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനത് കാണിച്ചു തരാം ഫൈനൽ ലുക്കിൽ. അപ്പോൾ ആ സൈഡിലോട്ട് നമ്മൾ ജംബറിങ് ഇതുപോലെ രണ്ടെണ്ണം, ജംബറിങ് അല്ല എന്താ നമ്മൾ പറഞ്ഞാൽ ഐപ്പിൻ നമ്മൾ ഇതിനെ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റോ OSB ഷീറ്റിന്റെ മണ്ടയ്ക്ക് നമുക്കൊരു ക്യാൻവാസ് ഷീറ്റോ എന്തെങ്കിലും കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും നമ്മുടെ ലോക്കറ്റ്. അപ്പോൾ ലോക്കറ്റിന്റെ താഴെ കൂടെ നമ്മൾ അതേപോലെ തന്നെ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി, താഴെയും നമ്മൾ അതുപോലെ തന്നെ രണ്ട് പേൾ ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടി രണ്ട് ഐപ്പിൻ ഇതുപോലെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ ആ സെയിം കളർ ബീഡാണ് നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പേളിന്റെ കളറിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് ഇപ്പൊ ഇതുപോലെ ഇരിക്കും.
നമ്മുടെ പേൾസ് തൂങ്ങി കഴിയുമ്പോൾ നമ്മുടെ ലോക്കറ്റ് കണ്ടില്ലേ, അടിപൊളിയ ലോക്കറ്റ് അല്ലേ നമ്മൾ. ഇനി നമുക്കിത് മാലയിലും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ഒരു മാല നമുക്ക് കിട്ടും. അത് നമുക്ക് നല്ല ഇത് സെറ്റ് സാരിയുടെ കൂടെ ഇടാനായാലും, നമുക്ക് സാരി നോർമൽ പട്ട് സാരിയുടെ കൂടെ ഇടാനാണെങ്കിലും, ലാച്ചയുടെ കൂടെ ഇടാനാണെങ്കിലും, ഏത് ഡ്രസ്സിന്റെ കൂടെയും ഇതിടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഗോൾഡൻ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല എലഗൻ ലുക്ക് കൊടുക്കും, ഏത് ഡ്രസ്സിന്റെ കൂടെ ഇടാൻ പറ്റുന്ന പോലെ. ഇനി നമ്മൾ ആ ജെം റിങ്ങിലൂടെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാലയുടെ ഹാങ്ങിങ്, മാലയുടെ ആ ഒരു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാലയുടെ ഹുക്കിൽ അത് കണക്ട് ചെയ്ത് ഇതുപോലെ അതാകുമ്പോൾ നമുക്ക് ഏത് ലെങ്കിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. സോ ഫൈനൽ ലുക്ക് നമുക്ക് ഇതാണ്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോയും കൂടെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്.